നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് നമ്മൾ ബാറ്ററികളിൽ ശേഖരിച്ച് രാത്രി കാലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതും, അതേപോലെ തന്നെ നമ്മൾ സോളാർ പാനലിൽ നിന്നും നേരിട്ട് ലൈവായിട്ട് നമ്മൾ KCB ലൈനിലേക്ക് വിൽക്കുന്നതും, അങ്ങനെ രണ്ട് രീതിയിലുള്ള സോളാർ സംവിധാനങ്ങളെപ്പറ്റി നമുക്കറിയാം. അതായത് KCBയിലേക്ക് നമ്മൾ വിൽക്കുന്നതിനെ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്നും, നമ്മൾ ബാറ്ററികൾ ശേഖരിച്ച് വെച്ച ശേഷം നൈറ്റിൽ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മളത് ഉപയോഗിക്കുന്നതിന് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്നാണ് നമ്മൾ സാറിന് ഇത് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മളുടെ പഴയ വീഡിയോയിൽ നിന്നുമെല്ലാം ആ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേതാണ് നമുക്ക് ലാഭകരം എന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ നമുക്ക് സാറിന് ഇതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. നമ്മളോട് സോളാറുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ ആളുകൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയമാണ് ഓഫ് ഗ്രിഡ് വേണോ ഓൺ ഗ്രിഡ് വേണോ എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊന്നും പറയുകയാണെങ്കിൽ ഞാൻ ഓഫ് ഗ്രിഡും ചെയ്യുന്നുണ്ട്, ഓൺ ഗ്രിഡും ചെയ്യുന്നുണ്ട്, രണ്ടുമുണ്ട്. അപ്പം രണ്ട് രീതിയിലുള്ളതിനെപ്പറ്റിയും നമുക്ക് ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് ഏതാണ് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നതെന്നുള്ളത് നമുക്ക് അതിൻ്റെ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴാണ് നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ വഴി നിന്ന് ജസ്റ്റ് നമ്മളൊന്ന് നോക്കുകയാണ്. അതായത് ഇതിൻ്റെ വില വ്യത്യാസം ആണ് നമ്മളിന്ന് മെയിനായിട്ടും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശം എപ്പോഴും നമുക്ക് പകൽ സമയം ഇഷ്ടംപോലെ സൂര്യപ്രകാശമുണ്ട്. അപ്പോൾ എത്ര പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ എന്തുമാത്രം വേണമെങ്കിലും നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ. എന്ന് പറഞ്ഞാൽ ബാറ്ററി ഒന്നുമില്ലാതെ നമ്മൾ സോളാർ പാനലുകൾ ഇഷ്ടംപോലെ നമ്മുടെ പെരയുടെ മുകളിലോ വീടിന് മുകളിലോ അതും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളുടെ മുകളിലോ ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ സൗകര്യമുള്ളിടത്തെല്ലാം സോളാർ പാനലുകൾ വെച്ചാൽ നമുക്ക് പകൽ സമയത്ത് എന്തുമാത്രം എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. സൂര്യനിൽ നിന്നും എപ്പോഴും എനർജി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇഷ്ടം പോലെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ ആ എനർജി നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അത് നമുക്ക് ശേഖരിക്കാനായിട്ട് അല്ലെങ്കിൽ ബാറ്ററി സംവിധാനങ്ങൾ നമ്മളില്ലാതെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ KCBക്ക് വിൽക്കും. KCBയിലേക്ക് ഈ എനർജി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ KCBനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവർ സ്റ്റോറേജ് ബാറ്ററി അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും KCBക്കും ഇല്ല. അപ്പോൾ അവർ ഗ്രിഡിലേക്ക് അത് സ്വീകരിച്ചിട്ട് അതിനെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് ഉപയോഗം ഉള്ള സ്ഥലങ്ങളിലേക്കോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് മറ്റ് വീടുകളിലേക്കൊക്കെ ഇത് കൊടുത്തുകൊണ്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം വിചാരിക്കുക, നമ്മളൊരു 80% വീട്ടിൽ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പം വളരെ നിസ്സാരമായ വീടുകളിൽ മാത്രമാണ് ഓൺ ഗ്രിഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു 80% വീടുകളിലും ഒരു ഓൺ ഗ്രിഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും എനർജിയും ഈ ഓൺ ഗ്രിഡിൽ നമ്മൾ KCBയിലേക്ക് തള്ളിക്കൊടുത്ത് ഇത് എവിടെ കൊണ്ട് ഈ സംഭവം മുഴുവനും അവർ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും? ബാറ്ററിയും അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒന്നുമില്ലാതെ ഇത് ഫുള്ളായിട്ട് നമ്മൾ എല്ലാവരും ഓൺ ഗ്രിഡ് ചെയ്ത് ഇത് KCBയിലേക്ക് നമ്മൾ തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ അവരെവിടെ കൊണ്ടുപോയി അത് ശേഖരിച്ച് വെക്കും. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താണ്, നമുക്ക് പകലുള്ള ആ ഒരു സോളാർ സംവിധാനത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ബാറ്ററി സംവിധാനം ബാക്കപ്പായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ തന്നെ ഭാവിയിലേക്ക് മിക്കവാറും വരാൻ സാധ്യതയുള്ളത് നമുക്ക് അതിനകത്ത് തന്നെ ഒരു ബാറ്ററി എന്തെങ്കിലും ഓരോ വീട്ടുകാരും ഓരോ വീടിനും അനുയോജ്യമായ രീതി, ഇപ്പം 3 kW ആണെങ്കിൽ 3 kW ബാറ്ററി, 5 kW ആണെങ്കിൽ 5 kW ബാറ്ററി കൂടി അതിൽ ആഡ് ചെയ്ത് അതിനെ നമുക്ക് രാത്രി സമയത്ത് കൂടി കിട്ടുന്ന രീതിയിലേക്ക് ഒന്നെങ്കിൽ ആക്കി തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും എന്ന് പറയുന്ന സംഭവം അപ്പോൾ പിന്നെ പോയി. കാരണം എന്ന് വെച്ചാൽ ഈ ഓൺ ഗ്രിഡ് ചെയ്തിരിക്കുന്ന ആളുകൾ ബാറ്ററി വാങ്ങിക്കുമ്പോൾ അവർക്ക് ഓഫ് ഗ്രിഡുകാർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്ററി വാങ്ങിക്കാൻ വേണ്ടി പൈസ കൂടുതൽ മുടക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ പൈസ അവർ മുടക്കി അതേപോലെ തന്നെ പണം മുടക്കി മറ്റേ ഓൺ ഗ്രിഡുകാർക്കും ബാറ്ററി വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഒന്നെങ്കിൽ ഭാവിയിൽ വരും. ഇല്ലെങ്കിൽ കുറച്ച് ആളുകൾ ചെയ്യുന്നുള്ളൂ എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 80% ആളുകളിലേക്ക് അല്ലെങ്കിൽ മുഴുവൻ ആളുകളും ഈ സോളാർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഭാവിയിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യാതെ കൊണ്ട് ഇത് പിടിച്ചു നിൽക്കാനായിട്ട് KCBക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രമാത്രം എനർജി പകൽ മാത്രം ഉൽപ്പാദിപ്പിക്കും. നമുക്ക് ഉപയോഗം വരുന്ന എപ്പോഴാണ്, നമുക്ക് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ, അതായത് ആളുകളെല്ലാം പകൽ സമയത്ത് ഓൺ ഗ്രിഡ് വെച്ചിട്ട് ഉൽപ്പാദിപ്പിച്ച് ഇതിങ്ങനെ വിൽക്കുന്നു. അതായത് ഒരു വീടിനിപ്പോൾ ഒരു 1000 വാട്ട് അല്ലെങ്കിൽ ഒരു 1500 വാട്ടാണ് ഒരു ദിവസം ഒരു വീടിന് ആവശ്യമുള്ളതെങ്കിൽ അവർ 3000 വാട്ടും 5000 വാട്ടും ഉൽപ്പാദിപ്പിക്കുന്നു. അതിനുശേഷം അവർ KCBയിലേക്ക് തള്ളുന്നു. എന്നിട്ട് രാത്രി ആകുമ്പോൾ എന്താണ്, അതേ സംഭവം KCB തിരിച്ചു കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പം KCB ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ എവിടുന്ന് ഇത് ഉണ്ടാക്കും KCB, അതൊരു പ്രശ്നമല്ല. അപ്പോൾ താപനിലയിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്രപൂളിൽ നിന്നോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഉള്ള വൈദ്യുതി വാങ്ങിച്ചതിന് ശേഷമേ ഈ രാത്രിയിൽ ഇത് ആ ഉപഭോക്താവിന് തിരിച്ചു നൽകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഉറപ്പായിട്ടും ഈ പകൽ സമയത്ത് ഉൽപ്പാദനം കൂടുകയും രാത്രി ഉൽപ്പാദനം കുറയുകയും ചെയ്യുമ്പോൾ രാത്രിയിലെ കറണ്ടിന് അല്ലെങ്കിൽ നൈറ്റിലുള്ള കറണ്ടിനെ സംബന്ധിച്ചുള്ളൂ അതിന് വില കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം പലരും പല അഭിപ്രായം പറയുമായിരിക്കും. പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും ഈ രാത്രി കാലങ്ങളിലുള്ള കറണ്ടിന് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കൂടും യൂണിറ്റിന് എന്നുള്ള കാര്യമാണ്
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മളൊരു ഓഫ് ഗ്രിഡ് ചെയ്യുവാണെങ്കിൽ, ഞാൻ വലിയ ഓഫ് ഗ്രിഡ് ഒന്നും ചെയ്യാനായിട്ട് ആരും ഞാൻ അങ്ങനെ സാറിനിൽ സജസ്റ്റ് ചെയ്യാറില്ല. ഒരു ചെറിയൊരു ഓഫ് ഗ്രിഡ്, ഒരു ബാറ്ററി വെച്ചിട്ടോ 2 ബാറ്ററി വെച്ചിട്ടോ ഒരു കൊച്ചു സിസ്റ്റം, ചെറിയൊരു സിസ്റ്റം നമ്മുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ശരിക്കും ഒരു ഓൺ ഗ്രിഡിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ഒരു 2 രൂപ ഇടുവാണെങ്കിൽ, ഓഫ് ഗ്രിഡിൽ നമ്മൾ വെക്കുന്ന ഒരു വൈദ്യുതി നമ്മൾ ശേഖരിച്ച് വെച്ച് രാത്രി നമ്മൾ ഉപയോഗിക്കുമ്പം അതിനൊരു യൂണിറ്റിന് ഒരു 15 രൂപ വെച്ച് നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇതിനകത്തൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു വിഷയം. എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഓഫ് ഗ്രിഡ് വയ്ക്കുമ്പോൾ, ഓൺ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പാനലുകൾ കുറേ വെക്കുന്നു, ഒരു ഇൻവെർട്ടർ വെച്ച് നേരെ KCBയിലേക്ക് തള്ളിവിടുക, വേറെ ഒരു പ്രശ്നങ്ങളും അതിനകത്തില്ല, കംപ്ലയിൻ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവർക്ക് അതിന് ചിലവ് കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഓഫ് ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് പുറമെ ബാറ്ററിക്ക് ചാർജ് കൺട്രോളർ വെക്കണം, അതേപോലെ തന്നെ ബാറ്ററി വെക്കണം. ബാറ്ററിനെ സംബന്ധിച്ച് നല്ല വില വരും ബാറ്ററിക്ക്. മാത്രമല്ല ബാറ്ററി ഇതെല്ലാ ദിവസവും ചാർജും ഡിസ്ചാർജുമാണ് ബാറ്ററിക്ക്. മറ്റേ ഇൻവെർട്ടർ നമ്മൾ പിടിപ്പിക്കുന്നവർക്കല്ല, എല്ലാ ദിവസവും ചാർജും ഡിസ്ചാർജും വന്നു കഴിയുമ്പോൾ ബാറ്ററി പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുകയാണ്. അപ്പോൾ ഈ ബാറ്ററി നമ്മൾ എന്തായാലും മാറേണ്ടി വരുമ്പം ആ ബാറ്ററി മാറുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വരുന്ന പണം കൂടി നമുക്ക് ഈ യൂണിറ്റിൽ നിന്നും, അതായത് ഓരോ ദിവസവും നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്ന് നമുക്ക് അത് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുമല്ലോ. അപ്പോൾ ഓൺ ഗ്രിഡുകാർ അത് ഉൽപ്പാദിപ്പിച്ച് KCBയിലേക്ക് തള്ളി കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന റേറ്റും നമ്മൾ രാത്രി, അതായത് രാത്രി സമയത്ത്, അതായത് പീക്ക് ടൈമിലൊക്കെ 8 മണി മുതലോ 10 മണി വരെ, അല്ലെങ്കിൽ 5 മണി മുതൽ 10 മണി വരെയുള്ള പീക്ക് ടൈമിൽ നമ്മൾ ബാറ്ററിക്കകത്ത് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ശേഖരിച്ച് വെച്ച് നമ്മളത് ഉപയോഗിക്കുമ്പം KCBക്ക് നമ്മൾ വലിയൊരു ഉപകാരമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് തന്നെ വലിയൊരു ഉപകാരമാണ് ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് വൈദ്യുതി ക്ഷാമമുള്ള സമയത്ത് നമ്മൾ ഈ സോളാറിൽ നിന്നുള്ള വൈദ്യുതി നമ്മുടെ തന്നെ വൈദ്യുതി നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു. അപ്പം മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമില്ലാതുകൊണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അതിനൊരു മൂല്യം എന്താണെന്ന് പറഞ്ഞാലും കൂടുതലുണ്ട്. അപ്പം ആ ബാറ്ററി വാങ്ങിക്കാനും അതിൻ്റെ സർവീസിനും, അതുപോലെ തന്നെ വേറൊരു പ്രശ്നമുള്ളത്, നമ്മൾ ബാറ്ററിയിലേക്ക് ശേഖരിച്ച് വെക്കുകയും ബാറ്ററിയിൽ നിന്നും അത് റിട്ടേൺ എടുക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പണവും എല്ലാം നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആവറേജ് നോക്കി നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 15 രൂപ വെച്ച് ഒരു യൂണിറ്റിന് ശരിക്കും ഈ നൈറ്റിലുള്ള സോളാർ വൈദ്യുതി എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് നമ്മൾ ബാറ്ററിയിൽ ശേഖരിച്ച് വെച്ച് അത് നമ്മൾ രാത്രിയിൽ ഉപയോഗിക്കും. നമുക്കൊരു യൂണിറ്റിന് ഒരു 15 രൂപ വെച്ച് നമുക്ക് മുടക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ 15 രൂപ വിലയുള്ള ഒരു വസ്തുവായിട്ട് ആ വൈദ്യുതി മാറുന്നു എന്നുള്ളതാണ് രാത്രിയിലേക്ക് നമ്മളത് ഉപയോഗിക്കുമ്പോൾ. ഓൺ ഗ്രിഡുകാരെ സംബന്ധിച്ചോളം അത് സംഭവിക്കുന്നില്ല. അവരെ സംബന്ധിച്ചോളം അവർക്ക് ബാറ്ററി ഇല്ല, ഒരു പ്രശ്നങ്ങളുമില്ല. ഭാവിയിലേക്ക് ബാറ്ററി വരുമെന്ന് ഞാൻ പറയാൻ കാരണം, ഭാവിയിലേക്ക് അതല്ലാതെ മറ്റ് മാർഗ്ഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഈ രാത്രി കാലങ്ങളിലുള്ള ഈ വൈദ്യുതി ഇത്രയും വില കൂടുതലുണ്ടെന്ന് ഞാൻ പറയാനായിട്ട് വേറൊരു കാര്യം. ഇപ്പോൾ ഈ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഈ സാറ്റലൈറ്റ് പോലുള്ള സംഭവത്തിലേക്ക്, സാറ്റലൈറ്റിൽ നമ്മൾ ഈ വലിയ മിറർ പോലുള്ള സംഭവം വെച്ചിട്ട് അവരവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച്, സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്യിച്ച് രാത്രി കാലങ്ങളിൽ ഈ സോളാർ പാടത്തിലൊക്കെ അടുപ്പിച്ചിട്ട്, സോളാറിനകത്തേക്ക് അടുപ്പിച്ചിട്ട് അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളൊക്കെ അവർ നടത്തി നോക്കുകയാണ്. അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ്. രാത്രിയിൽ ഈ സോളാർ ഇല്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും. സോളാറിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അത് വളരെ ഗ്രീൻ ആയിട്ടുള്ള എനർജിയാണ്. പുകയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, ഒരു ഡീസൽ കത്തിക്കലോ അങ്ങനെ ഒരു സംഭവം ഇല്ലാണ്ട് കിട്ടുന്നതുകൊണ്ട് വളരെ സെറ്റപ്പ് സംഭവമാണ് സംഭവം. പക്ഷേ ഇത് രാത്രി കാലങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ രാത്രി കാലത്തേക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി അല്ലാതെ ഇപ്പം നിലവിൽ ഒരു മാർഗ്ഗം തന്നെ കാര്യമായിട്ട് അതിനില്ല. അപ്പോൾ മെയിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് ബാറ്ററി തന്നെയാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വൈദ്യുതിക്ക് ഉറപ്പായിട്ടും മൂല്യം കൂടുതലുണ്ട്. ഇന്ത്യയിൽ രാത്രി ആയിരിക്കുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളിൽ പകലുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ രാത്രി ആയിരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ നല്ല വെയിലായിരിക്കും. അപ്പം അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ത്യയിൽ രാത്രി ആയിരിക്കുന്ന സമയത്ത് പകലായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വൈദ്യുതി എത്തിക്കാനായിട്ടുള്ള സംവിധാനം ചെയ്യുവാണെങ്കിൽ ബാറ്ററി ഇല്ലാതെ തന്നെ നമുക്കിത് കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ച് പക്ഷേ സാധിച്ചെന്ന് വരും. പക്ഷേ അതൊന്നും ഒരു 10-200 വർഷത്തിനുള്ളിൽ പോലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം തമ്മിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അതായത് സ്നേഹത്തിൽ എല്ലാ രാജ്യങ്ങളും തമ്മിൽ പോകുകയാണ് ഈ സംഭവം. വേണമെങ്കിൽ ഒരു പക്ഷേ ഭാവി നടക്കാവുന്നതാണ്. പക്ഷേ ഇനി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയവും പല കാര്യങ്ങൾ കൊണ്ടും വഴക്കും പ്രശ്നങ്ങളും ആയതുകൊണ്ട് അത് ഉടനെ ഒന്നും ഭാവിയിലൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു സംഭവം വരുവാണെങ്കിൽ ഓൾ വേൾഡിൽ മൊത്തം എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു ലിങ്ക് ലൈന് പോലെ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി ഭാവിയിലേക്ക് പോകുകയാണെന്നൊരിക്കൽ നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വൈദ്യുതി ഇങ്ങോട്ട് കൊണ്ടിരിക്കുകയും ഇവിടുത്തെ നമുക്ക് പകൽ സമയത്ത് അങ്ങോട്ട് പോകുന്ന ആ ഒരു സംവിധാനമൊക്കെ മൊത്തം എല്ലാവരും ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ മാത്രം സാധിക്കും. അതൊക്കെ 10-200-500 വർഷം കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സാധിക്കുമോ ഇല്ലയോ നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. ഒക്കെ വരുന്ന കാര്യം നമുക്ക് വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് തന്നെ കാര്യമില്ല. വരുന്ന കാലത്ത് ചിലപ്പോൾ ഒരു പക്ഷേ സംഭവിച്ചു എന്ന് വരാമെന്ന് മാത്രം. ഞാൻ വെറുതെ അതിങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ഓപ്ഷൻ നോക്കുമ്പം ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിലിപ്പം ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല, ഒരു ബാറ്ററി നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഒരു ബാറ്ററി വാങ്ങിക്കണമല്ലോ. അല്ലാതെ നമുക്ക് കറണ്ട് പോകുന്ന സമയത്തോ അപ്പം നമുക്ക് അത്യാവശ്യം ഒരു അടിയന്തര സാഹചര്യം വന്നാലും നമുക്ക് വീട്ടിൽ കറണ്ടില്ല. അപ്പം ഒരു കൊച്ചു ബാറ്ററി, ഏതായാലും ഒരു 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി എങ്കിലും വെച്ചിട്ട് ഒരു പാനൽ, ഒരു 500 വാട്ടിൻ്റെ ഒരു പാനലും ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സിസ്റ്റമെങ്കിലും നമ്മളെല്ലാ വീടുകളിലും ചെയ്യുവാണെങ്കിൽ, എല്ലാ വീടുകളിലും ഈ ഒരു ചെറിയ സിസ്റ്റം ചെയ്ത് വൈകുന്നേരം ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തീരാവുന്ന പ്രശ്നം ഇപ്പോഴത്തെ ഈ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പ്രതിസന്ധി, ഈ പീക്ക് ടൈമിലുള്ള വിഷയങ്ങളെല്ലാം അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാറാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ശരിക്കും അത്രയും പ്രശ്നങ്ങളെ അതിനകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ കൊച്ചു ബാറ്ററി വെച്ച് ഇതുപോലൊരു കുഞ്ഞു സിസ്റ്റമെങ്കിലും എല്ലാ വീട്ടിലും ചെയ്യണമെന്ന് ഉള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ പലരും ഈ ഓൺ ഗ്രിഡിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂട്ടും സോട്ടും ഒക്കെ ഇട്ട് വന്നിട്ട് പറയുന്നുണ്ട്. ഓഫ് ഗ്രിഡ് ചെയ്യുന്ന ആൾക്കാരെ കളിയാക്കുവാണ്. ഓഫ് ഗ്രിഡ് ചെയ്യരുത്, ഭയങ്കര മോശമാണ്, മണ്ടത്തരമായി പോകും, ഇത് ബാറ്ററി പോകില്ലേ, ഇതാണെന്നെല്ലാം പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷേ അല്ല എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഓരോ കമ്പനികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് പറയുന്ന കേസാണിത്. അപ്പോൾ എന്തെല്ലാം പറയുന്നു പറഞ്ഞാലും ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഓഫ് ഗ്രിഡ് ചെറുതെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്യണം എന്നുള്ളത്. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു കച്ചിത്തുരുമ്പായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു പാനൽ, ഒരു ബാറ്ററി ചിലപ്പോൾ ലാസ്റ്റ് കാണുള്ളൂ, ബാക്കിയെല്ലാം ചിലപ്പം പോയെന്ന് വരും ചിലപ്പം ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പം ഇതെന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു നഷ്ടമല്ല. നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് ഒരു ബാറ്ററിയും ഒരു ഇൻവെർട്ടറും ഒരു സോളാർ പാനലും ചെറിയൊരു ചാർജ് കൺട്രോളറും എന്താണ് നമുക്ക് ആവശ്യം തന്നെയാണ്. എല്ലാവരും അതൊരെണ്ണം വാങ്ങിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തൊക്കെ വേറെ സോഷ്യൽ മീഡിയ ഒക്കെ വഴി വന്നിട്ട് പല ആൾക്കാരും ഓഫ് ഗ്രിഡ് വാങ്ങിക്കുന്നവരെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിലൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും നമ്മളൊരെണ്ണം വാങ്ങിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നുള്ളത്, അതിപ്പോൾ പലർക്കും പല അഭിപ്രായം കാണും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഓൺ ഗ്രിഡിന് 2 രൂപയെന്നും ഓഫ് ഗ്രിഡിന് 15 രൂപയെന്നും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. ഓഫ് ഗ്രിഡുകാർക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും അവർക്കുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാനതിന് 15 രൂപ റേറ്റ് ഇട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ 2 രൂപ ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഓൺ ഗ്രിഡ് എന്തോരം വേണമെങ്കിലും നമുക്ക് സപ്ലൈ ഉണ്ടാക്കുകയും KCBയിലേക്ക് തള്ളിക്കൊടുക്കുകയും ചെയ്യാം. അതിന് വലിയ മുടക്കമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പാനൽ വെറുതെ മേടിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് ഈ പറയുന്ന വലിയൊരു മൂല്യം നമുക്ക് കൽപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതേപോലെ ഓഫ് ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള, കോംപ്ലിക്കേഷൻ കൂടുതലുള്ള രീതിയിലാണ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ വരുന്നത്. ബാറ്ററിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതിനകത്ത് വാട്ടർ ലെവലും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്യണം. ഇപ്പോൾ ലിഥിയത്തിലേക്ക് വരുവാണെങ്കിലും ലിഥിയത്തിനകത്താണെങ്കിലും ബാറ്ററിക്ക് നല്ലൊരു റേറ്റ്, ഇപ്പോൾ തന്നെ നല്ല ഹൈ റേറ്റ് ആയതുകൊണ്ടാണ് ലിഥിയത്തിലേക്ക് നമ്മൾ പോകാൻ നിൽക്കുന്നത്. നല്ല റേറ്റാണ് ലിഥിയത്തിന് വരുന്നത് മറ്റതിനെ അപേക്ഷിച്ച്. അപ്പം 5ലേക്ക് ലിഥിയം വരും. അപ്പം നമുക്ക് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓഫ് ഗ്രിഡുകൾ നമുക്ക് കൂടുതൽ നല്ല കൃത്യതയോടുകൂടിയും കാര്യക്ഷമതയോടുകൂടിയും ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.